ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലേക്കുള്ള അധ്യാപക നിയമനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന യോഗ്യതാ നിർണയ പരീക്ഷയാണ് സിടെറ്റ്, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മുടെ രാജ്യത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെയും നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, ഇവിടങ്ങളിലെല്ലാം ഒക്കെ തന്നെ അധ്യാപക നിയമനത്തിനായിട്ട് സിടെറ്റ് നിർബന്ധമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും അധ്യാപക നിയമനത്തിനായിട്ട് സിടെറ്റ് പരിഗണിക്കാറുണ്ട്. നമ്മുടെ ഈ വർഷത്തെ സിടെറ്റിന് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. നമ്മുടെ എക്സാമിനേഷൻ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2024 ജൂലൈ 7-നാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എക്സാം എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എന്നാലും പറയാം. നമുക്ക് 2 എക്സാമാണുള്ളത് അല്ലേ? സിടെറ്റ് പേപ്പർ 1 ആൻഡ് സിടെറ്റ് പേപ്പർ 2 ആണ്. ഇപ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയും, പേപ്പർ 2 എന്ന് പറയുന്നത് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുമുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള യോഗ്യതാ പരീക്ഷയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പേപ്പറിലും 150 ചോദ്യങ്ങൾ വീതമാണുള്ളത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം, ഇപ്പോൾ പേപ്പർ 1 മാത്രമാണെങ്കിൽ പേപ്പർ 1 മാത്രം അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പേപ്പർ 2 മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇനി രണ്ടും കൂടി വേണമെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി ആയിട്ടോ എക്സാം എഴുതാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് സിടെറ്റ് മാത്തമാറ്റിക്സിലെ സിലബസുമായിട്ടാണ്. പേപ്പർ 1ലും പേപ്പർ 2ലും വരുന്ന സിലബസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 1ലെ സിലബസാണ്, മാത്തമാറ്റിക്സിൻ്റെ സിലബസാണ് പറയാൻ പോകുന്നത്. 2 സെക്ഷനായിട്ടാണ്. ഒരു കണ്ടന്റ് ഏരിയ ഉണ്ട്, ഒരു പെഡഗോഗിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ടോട്ടൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഇവിടെ നിന്ന് ചോദിക്കുക. അപ്പോൾ കണ്ടന്റ് ഏരിയയിൽ നിന്ന് 15 മാർക്കിൻ്റെ ചോദ്യവും, അതുപോലെ തന്നെ പെഡഗോഗിക്കൽ ഇഷ്യൂസിൽ നിന്നും 15 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പേപ്പർ 1 എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലേക്കുള്ള എക്സാം ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അധ്യാപകർക്ക് വേണ്ടിയുള്ള എക്സാമാണ് അല്ലേ? അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ളത് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ഏരിയയിൽ. ഏതൊക്കെയാണെന്ന് നോക്കാം. ജോമെട്രി, ഷേപ്സ് ആൻഡ് സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, സോളിഡ്സ് അറൗണ്ട് എസ്, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ജോമെട്രിയിലും ഷേപ്സൊക്കെ സോളിഡ്സൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരിക. പിന്നെ അടുത്താണ് നമ്പേഴ്സ് അല്ലേ? നമ്പേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള കാര്യങ്ങൾ. അടുത്തത് മെഷർമെൻറ്റ്സ്, വെയിറ്റ്, ടൈം, വോളിയം, ഡാറ്റ ഹാൻഡ്ലിംഗ്, പാറ്റേൺസ്, മണി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ടന്റ് ഏരിയയിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി അടുത്തതാണ് പെഡഗോഗിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻസ് തിങ്കിങ് ആൻഡ് റീസണിങ് പാറ്റേൺസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് മേക്കിംഗ് മീനിങ്സ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഇനി അടുത്തത് പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം. നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ്. അടുത്തത് കമ്മ്യൂണിറ്റി മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് വാലുവേഷൻ ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ്. അടുത്തത് പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ എറേഴ്സ് അനാലിസിസ് ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റെമഡിയൽ ടീച്ചിങ്. അപ്പോൾ ഇത്രയുമാണ് പെഡഗോഗിക്കൽ ഇഷ്യൂസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ഏരിയ ആണ്, കണ്ടന്റും പെഡഗോഗിക്കൽ ഇഷ്യൂസും. രണ്ടിനും ഈക്വൽ മാർക്കാണുള്ളത്. ടോട്ടൽ 30 മാർക്കാണ് പേപ്പർ 1ൽ മാത്തമാറ്റിക്സിന് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 2ൽ നോക്കാം. പേപ്പർ 2ലും ഇതുപോലെ തന്നെ 2 സെക്ഷനാണ്. കണ്ടന്റ് ഏരിയ ഉണ്ട്, പെഡഗോഗിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ടോട്ടൽ 30 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കുക. പക്ഷെ നേരത്തേക്കാളും ഒരു ഡിഫറൻസ് ഉണ്ട്. പേപ്പർ 2ൽ കണ്ടന്റ് ഏരിയയ്ക്കാണ് മാർക്ക് കൂടുതൽ, പെഡഗോഗിക്കൽ ഇഷ്യൂസിന് 10 മാർക്കാണ്. കണ്ടന്റിന് 20 മാർക്കും പെഡഗോഗിക്കൽ ഇഷ്യൂസിന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ അവിടെ നമ്പർ പഠിക്കുന്നുണ്ട്, ഇവിടെ നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. നോയിങ് യുവർ നമ്പേഴ്സ്, അടുത്ത പ്ലേയിങ് വിത്ത് നമ്പേഴ്സ്,
whole numbers എന്നുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഓൾജിബ്ര, അടുത്ത ഇൻട്രൊഡക്ഷൻ ടു ഓൾജിബ്ര, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ജോമെട്രിയും എവിടെ വരുന്നുണ്ടായിരുന്നു? പേപ്പർ 1ന്റെ സിലബസിൽ വരുന്നുണ്ടായിരുന്നു. അടുത്തത് ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസ്, 2 ഡയമെൻഷണൽ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എലമെൻ്ററി ഷേപ്സ്, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ. അടുത്ത സിമ്മട്രി. നെക്സ്റ്റ് വൺ വരുന്നത് കൺസ്ട്രക്ഷൻ ആണ്, യൂസിങ് സ്ട്രേറ്റഡ് സ്കെയിൽ, പ്രൊട്രാക്ടർ ആൻഡ് കോമ്പസ്. അടുത്തത് മെൻസ്ട്രേഷൻ, അടുത്തത് ഡാറ്റ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുറച്ചുകൂടി ഉണ്ട്. പേപ്പർ 1നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മാത്സിനേക്കാളും കുറച്ചുകൂടി നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്. പേപ്പർ 2 എന്ന് പറയുന്നത് ശരിക്കും എന്തിനാ, നമ്മൾ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ളവർക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി എന്തായാലും അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വരും. എന്നാലും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മുടെ കണ്ടന്റിൽ വന്നിട്ടുള്ളത്, നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ കേസിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പെഡഗോഗിക്കൽ ഇഷ്യൂസ് ആണ്. പെഡഗോഗിക്കൽ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം, അടുത്ത ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ്, കമ്മ്യൂണിറ്റി മാത്തമാറ്റിക്സ്, ഇവാലുവേഷൻ, റെമഡിയൽ ടീച്ചിങ്, പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ്. ഇത്രയും കാര്യങ്ങളാണ് പെഡഗോഗിക്കൽ ഇഷ്യൂസിൽ വരുന്നത്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 മാത്തമാറ്റിക്സ് സിലബസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഈ സിലബസ് അനുസരിച്ചിട്ട് കൃത്യമായി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CTET. അപ്പോൾ ഒരു തവണ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളൊരു എക്സാം കൂടിയാണിത്. അപ്പോൾ ഒരു കൃത്യമായ പഠനവും കൃത്യമായ പ്രാക്ടീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കൃത്യമായ പഠനവും കൃത്യമായ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് തന്നെ പോകുക. നമ്മുടെ ടോസ് അക്കാഡമിയിലും CTETൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുകയാണ്. ടോസ് അക്കാഡമിയിൽ സെറ്റ്, നെറ്റ്, KTET, LPUP, HSA, VHSC, HSST എന്നിങ്ങനെയുള്ള എക്സാമുകൾക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7510155485 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.